ആമേൻ. ദൈവജനം സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യുദ്ധ ഒരുക്കത്തോടെ കടന്നു പോകണം, യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് ആയുധവുമുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുധം സർവായുധവർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുദ്ധത്തിന് ആവശ്യമുള്ള എല്ലാ ആയുധങ്ങളെയും ചേർത്ത് നമുക്ക് തരികയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ യാത്രാമധ്യേ ആ മിസ്രൈമിൽ നിന്ന് കാനാൻ വരെ പോകുന്നതിന് മുൻപ് ശത്രു രാജ്യങ്ങളുണ്ട്, ശത്രു രാജാക്കളുണ്ട്, ഇവരെക്കാൾ ശക്തന്മാരായ സേനകളുണ്ട്. ആമേൻ. ഇവിടെയെല്ലാം യുദ്ധമുണ്ട്. എങ്കിലും കയ്യിൽ യുദ്ധായുധങ്ങളില്ല. പക്ഷെ യുദ്ധസന്നദ്ധരായി പുറപ്പെടുന്നു. യുദ്ധസന്നദ്ധരെങ്കിലും അവരോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുൻപേ നടക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ എത്ര വലിയ സേന വന്നാലും, എത്ര വലിയ ശത്രു അണിനിരന്നാലും നാം യുദ്ധസന്നദ്ധരായി പോകുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ, ധൈര്യത്തോടെ നാം വീരന്മാരായി പോകുന്നു. സ്തോത്രം. പക്ഷേ നാം അല്ല യുദ്ധം ചെയ്യുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, യുദ്ധവീരനായ യഹോവ മുൻപേ പോയി ശത്രുവിനോട് യുദ്ധം ചെയ്ത് അതിനെ കീഴടക്കി കാൽ കീഴാക്കി കൊണ്ടുപോകും. ആ ശത്രുവിനെ മെതിച്ച് ജയക്കൊടി ഉയർത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോകണം. നമ്മുടെ ശക്തി കൊണ്ട് പറ്റില്ല. എന്റെ ദൈവം നമുക്ക് യുദ്ധവീരനായി കൂടെയുണ്ട്.